അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അരോമ ടിവിയിലൂടെ ഇതിനോടകം അനേക പ്രിയപ്പെട്ടവരുടെ ജീവിത അനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. അത് അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ചാനലിലൂടെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും ശുശ്രൂഷയുടെയും വേറിട്ട അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ വിവിധ സാഹചര്യങ്ങളിൽ ആരാലും അറിയപ്പെടാതെ കഴിയുന്ന കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന പ്രിയപ്പെട്ടവരെ പ്രേക്ഷകരുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സാധാരണയിൽ നിന്നും വ്യത്യസ്തനായ ഒരു വ്യക്തിയെയാണ് പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത്. നേപ്പാളിൽ ഡാർജിലിംഗ് സ്വദേശിയായ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തി കേരളത്തിൽ കടന്നു വന്നിട്ട് ഇന്നേക്ക് 52 വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം തമിഴരുടെയും മലയാളികളുടെയും ഇടയിൽ പാർത്തുകൊണ്ട് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ തന്റെ പ്രേക്ഷിത ദൗത്യത്തിൽ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ അരോമ ടി വി ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും അതൊരു വേറിട്ട അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ബുദ്ധമത വിശ്വാസിയായിരുന്ന അദ്ദേഹത്തിന്റെ മന്ത്രങ്ങളും ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും ഒക്കെ അദ്ദേഹം മാറ്റിവെച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിച്ച് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായതായ ആ അസാധാരണമായ അനുഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാവുന്നതാണ്. മാത്രമല്ല, തിങ്കളാഴ്ച രാത്രി 8 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. തുടർന്ന് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജെയിംസ് ജീവൻ കുമാർ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചുകൊള്ളും. അരോമ ടി വി പ്രോഗ്രാമിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിനാലെ ഞാൻ അങ്ങോട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. എൻ്റെ പേര് പാസ്റ്റർ ജെയിംസ് ജീവൻ കുമാർ. ഞാനൊരു ബുദ്ധമത ലാമ ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. എൻ്റെ ജനന നാട് പശ്ചിമ ബംഗാൾ ഡാർജിലിംഗ് ആണ്. ഞാൻ 1950 ഏപ്രിൽ 15 തീയതിയാണ് എൻ്റെ ജനനം ഡാർജിലിംഗിൽ ഉണ്ടായത്. അങ്ങനെ ഞാൻ ഡാർജിലിംഗിലെ ജനിച്ച് വളർന്ന് രാഷ്ട്രീയം കഴിച്ച് ഇൻകം ടാക്സ് ജോലി ഉണ്ടായിരുന്നു, ടെമ്പററി സെൻട്രൽ ഗവൺമെന്റ്, ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റ്. ആ ജോലി ഇരിക്കുമ്പോൾ തന്നെ 1974 എൻ്റെ അമ്മയുടെ ആങ്ങള ഒരു അങ്കിൾ ഈ ഭാഗവൻ പ്രദേശത്തിൽ പണ്ട് സാഹിബിന്റെ കാലത്തിലെ ഒരു ജോലിക്ക് വരുമ്പോൾ അവർ ഇവിടെ ഒന്ന് താമസിക്കുമായിരുന്നു, ഭാഗവൻ എസ്റ്റേറ്റിലേക്ക് കമ്പനി സ്റ്റാഫായിട്ട്. പിന്നെ ഞാൻ 1972 നവംബർ മാസം എൻ്റെ പിതാവ് എന്നെ വിവാഹം നടത്തി എന്നെ കുടുംബസ്ഥനാക്കി. ഞാൻ ടൗണിലൊരു ജീവിതമായിരുന്നു. രാഷ്ട്രീയം കളിച്ച് മദ്യപിച്ച് കാഞ്ചാവ് കുടിച്ച് എൻ്റെ പിതാവിന് തലവേദന ആയിട്ട് കുടുംബത്തിലെ മോശമായ ഒരാളായിട്ട് ലോകപ്രകാരം എന്തൊക്കെ ചെയ്യണം അതെല്ലാം ചെയ്ത് ജീവിച്ച് ഭാവിയായി ജീവിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കയില് കുറെ വർഷങ്ങൾ പോയി. ഞാൻ 74 എൻ്റെ അങ്കിൾ ഡാർജിലിംഗ് അവധിക്ക് വരുമ്പോൾ അങ്കിളോട് പറഞ്ഞ, അങ്കിള് ഞാനും സൗത്ത് ഇന്ത്യ, തമിഴ്നാട്, കേരള എനിക്ക് കണ്ടിട്ടില്ല, എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്, എന്നെ കൂടി കൊണ്ടുപോകണം, ഞാൻ കണ്ടിട്ട് ഞാൻ മടങ്ങി വന്നല്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്കിൾ സംഭവിച്ച ശരി, കുഴപ്പമില്ല, 1 മാസം 1 വർഷം എൻ്റെ കൂടെ താമസിച്ച് വന്ന മതി, ഉറങ്ങിക്കോ, ഞാൻ കൂടെ പോകാമെന്ന് പറഞ്ഞു. ശരി ആട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, പപ്പ ഞാൻ അങ്കിളിനെ കൂടെ കേരളത്തിൽ കാണാൻ പോവാം.
കേരള കാണാൻ പോവാ. അപ്പൊ പപ്പ പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് 1.5 വർഷമായി. മൂത്ത കുഞ്ഞ് എന്താ പറയാ 2.5 മാസം ആവണേ ഉള്ളൂ. ഇതെല്ലാം ആര് നോക്കും? ആര് നോക്കും? കുഞ്ഞിനെ ആര് നോക്കും? ഇവർക്ക് പിന്നെ ഇവര് വിട്ടിച്ച് പോയാൽ നീ ഒറ്റയ്ക്ക് അവിടെ പോയിട്ട് എന്താ ചെയ്യും? നീ പോകണ്ടെന്ന് പറഞ്ഞു. എന്റെ പിതാവ് പറഞ്ഞ് നീ പോകണ്ട. കേരളത്തിൽ അപ്പടി ക്രിസ്ത്യാനികളാ, അതിനൊക്കെ താല്പര്യമില്ല. ഞങ്ങൾ ബുദ്ധമതക്കാരല്ല, ആ ഫാമിലിയിലെ വലിയ ഫാമിലിയാ. ഞാൻ പറഞ്ഞു പാപ്പ, ഞാനൊരു ആണായി ജനിച്ചതെന്നാല് കുറച്ചുകൂടി ലോകം ചുറ്റി കറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും പഠിക്കത്തില്ല. ഓരോ രാജ്യത്തില്, ഓരോ ദേശത്തില് ഓരോ ജാതികളുണ്ട്, മതങ്ങളുണ്ട്, ഭാഷകളും ഗോത്രങ്ങളുണ്ട്, സംസ്കാരമുണ്ട്. അതൊക്കെ കുറച്ച് കേട്ട് കണ്ട് മനസ്സിലാകണം. ഇപ്പൊ എന്റെ ഭാര്യയും കുഞ്ഞെ നോക്കാൻ പാപ്പ ഇവിടെ വീട്ടിൽ ഉണ്ടല്ലോ. കുറച്ചു നാളേക്ക് പാപ്പ മരുമോളും കുഞ്ഞിനെ നോക്കാം. ഞാൻ അങ്കിളിനെ കൂടെ പോയി ചുറ്റിക്കാരെങ്കിൽ മടങ്ങി വരാം എന്നാ പറഞ്ഞു. അപ്പൊ പിന്നെ പിതാവ് പറഞ്ഞു നീ പോകരുത്. കേരള പോയാൽ ക്രിസ്ത്യാനിയിൽ ഒത്തിരി ഉണ്ട്. നിന്നെ ക്രിസ്ത്യാനിയാക്കി മൗദിസ കൊടുത്താൽ ഞങ്ങളുടെ ഫാമിലിയാണ്, പിന്നെ ഞങ്ങളുടെ മൂത്ത കുടുംബത്തിൽ പുറത്താകും. ഞാൻ ഒരിക്കലും യേശുവിനെ വിശ്വസിക്കില്ല. യേശു ഒരു അവതാരപുത്രനാണ്. ഞങ്ങള് ശ്രീബുദ്ധൻ എന്ന് പറയുന്നത് 40 രാജ്യങ്ങളിൽ പന്തലിച്ച് കിടക്കുന്ന രാജ്യങ്ങളാണ്. ചൈന, ജാപ്പാൻ, കൊറിയ എല്ലാം. പിന്നെ എങ്ങനെയാണ് യേശുവിനെ വിശ്വസിക്കും? എനിക്ക് യേശു വേണ്ട, ഒരിക്കലും യേശുവിനെ വിശ്വസിക്കത്തില്ല. ഞാന് നാടുമത് ചുറ്റിക്കറങ്ങി മടങ്ങി വരും എന്ന് പറഞ്ഞു. അല്ല, നീ നിന്റെ അങ്കിൾ കേരള പോയിട്ട് ഇപ്പൊ ക്രിസ്ത്യാനി ആയിട്ട് മൗദിസ എടുത്ത് പ്രാർത്ഥിച്ച് നടക്കുക. അത് നമുക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ഒരിക്കലും യേശുവിനെ വിശ്വസിക്കില്ല. യേശു അവതാരപുത്രനാണ്, യേശു ദൈവമില്ല എന്നാ പറഞ്ഞു. അപ്പോ ശരി, പിന്നെ പോയിട്ട് ക്രിസ്ത്യാനികളാകാമേ, പോയതുപോലെ നീ മടങ്ങി വന്ന് നിന്റെ കുടുംബത്തെ നീ നോക്കണം. ആടെന്ന് പറഞ്ഞ് വണ്ടിക്കുള്ളി മേടിച്ച് 1974 മാർച്ച് മാസം 8-ാം തീയതി പുറപ്പെട്ട് 13-ാം തീയതി ഈ ഭാഗവൻ എന്ന് പറയുന്ന സ്ഥലത്തിലെത്തി. അപ്പോ അന്ന് 74-75 കാലാവൽ ഈ ഭാഗവൻ എന്ന് പറയുന്ന പ്രദേശം മൊത്തം തേയില തോട്ടങ്ങളാ, ടീ എസ്റ്റേറ്റുകളാ. എല്ലാ പാവപ്പെട്ട തൊഴിലാളികൾ തമിഴ് ആൾക്കാരുടെ കൂടുതൽ. സ്റ്റാഫ്, മാനേജർ എല്ലാം മലയാളികൾ, ബാക്കിയെല്ലാം തമിഴ് ആൾക്കാർ. എനിക്ക് തമിഴും അറിയത്തില്ല, മലയാളവും അറിയത്തില്ല. ബാക്കി ബാക്കിയെല്ലാം ഭാഷ 16 ഭാഷ തന്നെ പഠിച്ചിട്ടാ വന്നിരിക്കുന്നത്. കോട്ടയം പോലെ ടൗണിൽ ജനിച്ച് വളർന്ന് കളിച്ച് പഠിച്ച് ഇവിടെ തേയില തോട്ടത്തിൽ വരുമ്പോഴൊക്കെ ഒറ്റപ്പെട്ടു പോയി. അപ്പോ അങ്കലും ആന്റിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജീവൻകുമാർ പ്രാർത്ഥന വരണം, യേശു ജീവിക്കുന്ന ദൈവമാ, യേശുവിനെ വിശ്വസിക്കാൻ നല്ലതാ. നമ്മുടെ ബുദ്ധമതത്തിൽ മാനസാന്തരമില്ല, സുവിശേഷവും ഇല്ല, പ്രാർത്ഥനവില്ല. ബുദ്ധമത പ്രാർത്ഥന ഒക്കെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് യേശു വിശ്വസിക്കുമ്പോൾ സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, നിത്യജീവൻ കിട്ടും. നമ്മെ സൃഷ്ടിച്ച ദൈവമാ, ഈ ദൈവത്തിൽ നീ വിശ്വസിച്ചാൽ നിനക്ക് നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ലാമ ഗോത്രത്തിൽ മന്ത്രങ്ങളെ ജപിച്ച് നല്ല പഠിച്ച ആളാ. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് എതിരായി ഞാൻ മന്ത്രം ജപിച്ച് നടന്നു. ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അങ്കലിന്റെ വീട് ഭാഗവാൻ ഇഷ്ടയിലെ ഒരു സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആണ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പുറത്തിറങ്ങി 7 റൗണ്ട് മന്ത്രം ജപിച്ച് കറങ്ങും. പക്ഷെ അങ്ങനെ 2-3 മാസം കറങ്ങിയ ശേഷം ജൂൺ മാസം ഒരു തിങ്കളാഴ്ച രാവിലെ 7 മണിയാകുമ്പോൾ അങ്കിളാണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയി. ചപ്പാത്തിയും ചായയും കാര്യം ഉണ്ടാക്കി റൂമിൽ പ്രാർത്ഥിക്കാൻ പോയി. ജീവൻകുമാർ പ്രാർത്ഥിക്കാൻ ഉള്ളേ വാന്ന് പറഞ്ഞു. എനിക്ക് താല്പര്യം, ഞാൻ പുറത്തിറങ്ങി ഇവര് പ്രാർത്ഥന എല്ലാമാക്കാം, മന്ത്രമല്ല ജപിച്ചിട്ട് നടന്നു.
ലാസ്റ്റിലെ ഒരു കറക്റ്റ് 7 മണിയാകുമ്പോൾ അങ്കിളിന്റെ വീടിന്റെ ഫ്രണ്ടില് ഒരു റോജ ചെടി ഉണ്ട്. ആ റോജ ചെടി നല്ല ചുവപ്പ് കളറിൽ വട്ടി പോയി ഉള്ളൂ. അങ്കിൾ ഈ പിന്നെ പൂച്ചെടികളെ നടാൻ നല്ല മിടുക്കന. വീട്ടിൽ ചുറ്റിലും പൂച്ചെടി നാട്ടി വെച്ച് നല്ല മനോഹരമാക്കി വയ്ക്കും. അങ്ങനെ ഒരു റോജ ചെടി പറിക്കാൻ വേണ്ടി എന്റെ വലത്തെ കൈ നീട്ടി പറിച്ചില്ല. മേലിൽ നിന്ന് ശബ്ദമുണ്ടായി, മകനെ മകനെ നീ എന്നെ വിശ്വസിക്കുന്നുവോ? അതാണ് ശബ്ദം. അപ്പം ഇത് ആരെ വിളിക്കുന്ന, ഇത് എന്താണ് സംഭവം? ഞാൻ കുറെ നേരം പൂ പൊഴിച്ച് ചിന്തിച്ചു പോവും. രണ്ടാമത് പറഞ്ഞു, ഞാൻ ജീവനുള്ള ദൈവമാ, ഞാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, നീ എന്നെ വിശ്വസിക്കണം, ഞാൻ ജീവിക്കുന്ന ദൈവമാണ് പറഞ്ഞു. അപ്പം രണ്ടാമത് പിന്നെ ശബ്ദം വന്നു, നീ എന്നെ വിശ്വസിക്കണം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. വിശ്വാസിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെയും നശിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്റെ പിതാവ് പറഞ്ഞു, നീ കേരളം പോയി ക്രിസ്ത്യാനിയായാൽ നീ നിന്റെ കുടുംബം നശിച്ചു പോകും പറഞ്ഞിട്ട് എന്നെ വിട്ടത്. ആ ഓർമ്മ വരുമ്പോഴൊക്കെ എനിക്ക് കണ്ണീർ വന്നു, കണ്ണീർ. അപ്പം കരഞ്ഞുകൊണ്ട് കരച്ചിലോട് കൂടി റൂമിനകത്ത് അങ്കിളാണ്ടി പ്രാർത്ഥിക്കുന്ന റൂമിൽ ഞാൻ പോയി. എന്നെ പട്ടീന്ന് വിളിച്ചു, എന്നോട് ശബ്ദം വന്നു, മകനെ ഞാൻ ജീവിക്കുന്ന ദൈവം പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല, അതുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വരുക. എനിക്ക് പ്രാർത്ഥിച്ച ശേഷം പിന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ വിശ്വാസി അല്ലാത്തനാലും ഒന്നും മനസ്സിലായില്ല. എന്താ പറഞ്ഞത് മനസ്സിലായി. നേപ്പാളി ഭാഷയില അവർ പറഞ്ഞത്, പക്ഷെ നമുക്ക് അന്നേരം ഒന്നും മനസ്സിലായില്ല. അപ്പൊ രണ്ടാമത്തെ ശബ്ദം വന്നു, നീ എന്നെ വിശ്വസിക്കണം, കേരളക്കാരയിലെ മലയാളിയുടെ ഇടയില് എനിക്കൊരു സാക്ഷിയായി ജീവിക്കണം, നീ നാട്ടിലേക്ക് പോകരുത്, ഞാൻ പറയുമ്പോ നീ പോയാൽ മതി, നീ സ്വയമായി ഈ നാട്ടിലേക്ക് പോയാൽ നീ എന്നെ മറന്ന് പിന്മാറി പോവും, നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകും, എന്നെ കുറിച്ച് കേരളത്തില് കുറെ വേല ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഇപ്പം പോകണ്ട, ഞാൻ പറയുമ്പോ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ ശേഷം പിന്നെ ദൈവത്തിന്റെ ശബ്ദം ഒന്ന്, എന്റെ പേര് സൈന്യങ്ങളുടെ യഹോവ എന്നാ പറഞ്ഞു. അത്രയും പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥനയിൽ കൂടി അങ്കിളാണ്ടി കുറെ യേശുവിനെ സംബന്ധിച്ച് കുറെ കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പം ഇതൊന്നും മനസ്സിലായില്ല. അപ്പം 1974 ജൂൺ മാസം 2ാമത് ഞായറാഴ്ച ഒരു പെന്തിക്കോസ്ത് സഭയിൽ കൊണ്ടുപോയി, ചർച്ച കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോൾ തമിഴ് ആരാധന, തമിഴ് മലയാളം എനിക്ക് ഒന്നും അറിയത്തില്ല, രണ്ടും ഒന്നാ. അപ്പൊ പാട്ട് പാടുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല, പ്രസംഗിക്കുന്നു മനസ്സിലാകുന്നില്ല, പ്രാർത്ഥിക്കുന്നു മനസ്സിലാകുന്നില്ല. ഞാൻ 2-3 ആഴ്ച ചർച്ചയ്ക്ക് പോയിട്ട് ഒരു ഭാഷ ഒന്നും മനസ്സിലാകുന്നതിനാല് ഞാൻ പിന്മാറാനായിട്ട് തീരുമാനിച്ചു. ഇനി ചർച്ചയ്ക്ക് പോകണ്ട, ഇതെന്താ നമുക്ക് അറിയത്തുമില്ല, അതുകൊണ്ട് ചർച്ചയ്ക്ക് പോകണ്ട, ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അന്നേരം ദൈവത്തിന്റെ ശബ്ദം എന്നോട് ഇടപെട്ടു, മകനെ ഇവരെല്ലാം ആരാധിക്കുന്നത് എന്നെയാണ് ഞാൻ ജീവന ദൈവമാണ്, ഇവരെല്ലാം എന്നെയാണ് ആരാധിക്കുന്നത്, ഞാനാണ് നിന്നെ വിളിച്ചത്, നിനക്ക് ഭാഷ മനസ്സിലായില്ലെങ്കിൽ വേണ്ട, പിന്നെ മനസ്സിലായിക്കോളും, അതുകൊണ്ട് നീ മുടങ്ങാതെ ആരാധനയൊക്കെ കൂടണം പറഞ്ഞു. മുടങ്ങാതെ ആരാധന കൂടണം, ഞാൻ നിന്നെ പഠിപ്പിക്കുന്നു പറഞ്ഞു. അങ്ങനെ പിന്നെ മടിച്ച് ആരാധനയൊക്കെ പോയി കൂടി എന്നിട്ട് 74 ചർച്ച് പോകാൻ തുടങ്ങി. അങ്കിളാണ്ടി നിർബന്ധിച്ച് ചർച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. ഞാൻ മടിച്ച് പോകാൻ തുടങ്ങി. എന്നാലും എന്റെ ചിന്ത നാട്ടിലെ എന്റെ വൈഫ് ഒറ്റയ്ക്കാണല്ലോ, എന്റെ കുഞ്ഞ് ഒറ്റയ്ക്കാണല്ലോ, അവിടെ എന്ത് ചെയ്യുന്നു? പപ്പ പറഞ്ഞ് കേരള പോയാൽ നീ നാട്ടിൽ വരാൻ പറ്റത്തില്ല, ഭയങ്കര കടൽ സമുദ്രത്തിന്റെ അടുത്താണ് കേരള, കടൽ ഓർത്തില്ലാണ്, കേരള പോയ ഡാർജിലിംഗ് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്, നീ പോകരുതെന്ന്. അപ്പൊ എന്റെ ചിന്ത മൊത്തം നാട്ടിലെയാ.
കുടുംബത്തിന് മേലെ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ പിന്നെ പൈസ ഇല്ല. ഉള്ള പൈസ എല്ലാം ചെലവായി, പൈസ എല്ലാം തീർന്നു. 4-5 ദിവസം വേണം ഡാർജിലിംഗ് ചെല്ലാനായിട്ട്. വണ്ടി ചെയ്യാനാണ് വളരെ കുറവ്. അങ്ങനെയെല്ലാം കൂടി പിന്നെ അങ്കിളും കൂടെ നിന്ന് നിരാശപ്പെട്ട് വളരെ വേദനയോടെ കൂടി നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, പാടുന്ന അറിയത്തില്ല. ഏതായാലും ഈ യേശു തന്നെ എന്നെ എല്ലാം പാടാനും പ്രാർത്ഥിക്കാനും ചർച്ചയ്ക്ക് പോകാനും കൂട്ടായ്മ പോകാനും ദൈവം എല്ലാം പഠിപ്പിച്ചു. അതിന് കുറച്ച് ആദ്യം തമിഴ് ഭാഷ പഠിച്ചു. കുറച്ച് ആദ്യം തമിഴ് ഭാഷ പഠിച്ച് തമിഴ്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് ഈ മലയാളം ഭാഷ കുറച്ച് പഠിച്ചു. ഈ ഭാഷയിലെ ഏറ്റവും ബുദ്ധിമുട്ട് ഉള്ളത് മലയാള ഭാഷയാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ കുറച്ച് പഠിച്ചു. അങ്ങനെ 1975 സെപ്റ്റംബർ മാസം 14-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഒരു തമിഴ് പാസ്റ്ററാണ്. തമിഴ് പാസ്റ്റർ ഞങ്ങൾ 9 പേർക്ക് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മ നാമത്തില് സ്ഥാനപ്പെടുത്തി. പക്ഷെ ഈ സ്ഥാനം എന്ന് പറയുന്നത് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ചർച്ചയ്ക്ക് പോകാൻ തുടങ്ങി. ഒരു ബുദ്ധമതക്കാർ ഇവിടെ ഭാഗമല്ല വന്നിട്ട് ചർച്ചയ്ക്ക് പോകാൻ തുടങ്ങിയെന്ന് നാടുകാർ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ എന്നെ വിളിക്കാനായിട്ട് CSI അച്ഛന്മാര്, കാത്തോലിക്സ് അച്ഛന്മാര്, മാർത്തോമ കാത്തോലിക്, പിന്നെ യാക്കോബ അച്ഛൻ. അന്ന് എനിക്ക് ഈ കാത്തോലിക് എന്താണെന്നും പെന്തക്കോസ് എന്താണെന്നും യാക്കോബ CS എന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഒന്നേ എനിക്കറിയാം ക്രിസ്ത്യാനികൾ, അത്ര എനിക്കറിയാം ക്രിസ്ത്യാനികൾ. അപ്പോ നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അപ്പോ ഒത്തിരി പേര് വന്ന് വിളിച്ചു. ദൈവാത്മാവ് പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു, നീ ആര് വിളിച്ചതും എങ്ങോട്ടും പോകരുത്. എങ്ങോട്ട് പറഞ്ഞ് നിന്നോട് സകല കാര്യങ്ങളും ഞാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് ദൈവം സംസാരിച്ചു. അങ്ങനെ ദൈവം എന്നെ ബൈബിൾ കയ്യിലില്ല. അങ്കളുടെ ബൈബിൾ വായിക്കാനായിട്ട് പഠിക്കാനായിട്ട് ബൈബിൾ ചോദിക്കുമ്പോൾ ഒരു പുതിയ നിയമ ബൈബിൾ, നേപ്പാളി പുതിയ നിയമ ബൈബിൾ തന്നു. ആ പുതിയ നിയമ ബൈബിൾ എടുത്ത് വായിച്ചിട്ട് ഒന്നും തലയ്ക്ക് കയറുന്നില്ല, മനസ്സിലാകുന്നില്ല, എന്താണ് ഒന്നും മനസ്സിലാകുന്നില്ല. ഏതായാലും ശരി, ആ ബൈബിൾ കയ്യിൽ എടുത്തുകൊണ്ട് വായിക്കാൻ തുടങ്ങി കുറച്ച്. പിന്നെ ആ സമയം എന്നെ വിളിക്കുമ്പോൾ ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ട്, നീ നാട്ടിലേക്ക് പോകണ്ട, കേരളയിൽ ഇവിടെ നിന്നാ മതി, നിനക്ക് നല്ലൊരു ജോലി തരാം, രക്ഷയും തരാം, രക്ഷ നഷ്ടപ്പെടാതിരിക്കുവാൻ നല്ല ജോലി തരാം, ജോലിയിൽ വിശ്വസ്തനായിരിക്കണം, മാറി പോകരുതെന്ന് പറഞ്ഞു. അപ്പൊ ജോലിയിൽ പറയുമ്പോൾ ഈ വാഗമണിലെ 3 തേയിലത്തോട്ടമുണ്ട്. ബോണമി, വാഗമൺ, കോട്ടമല, ഈ 3 തോട്ടങ്ങളും തേയില എസ്റ്റേറ്റും കൽക്കട്ട ഗോയിങ്ക കമ്പനിക്കാരാണ്. കൽക്കട്ട ഗോയിങ്ക കമ്പനി. അപ്പം അവിടെ ജനറൽ മാനേജർ വന്നിട്ട് അങ്കിളോട് ചോദിച്ചു, അങ്കിൾ പേര് പ്രേംസിംഗ് നമ്മുടെ പ്രോപ്പർട്ടി നോക്കാൻ വേണ്ടി ഡാർജിലിംഗിൽ നമുക്ക് ഒരാൾ വേണം എന്ന് അങ്കിൾ പറഞ്ഞു. എന്റെ നേഫ്യൂ, എന്റെ മരുമോൻ വന്നിട്ടുണ്ട്, അങ്ങനെ ചോദിച്ചിട്ട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ വിളിച്ചു. തേയില ഫാക്ടറി വിളിച്ചു. GM ഉണ്ട്, ഡെപ്യൂട്ടി മാനേജറുണ്ട്, ഫാക്ടറി മാനേജറുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, നിങ്ങൾ നാട്ടിൽ എന്താ ജോലി? ഞാൻ പറഞ്ഞു, ഇന്ത്യ സെൻട്രൽ ഗവൺമെന്റ് ഇൻകം ടാക്സ് ജോലി ഉണ്ട്, പെർമനന്റ് ആയില്ല, ടെമ്പററി ആണ്, പെർമനന്റ് ആവും എന്ന് പറഞ്ഞു. അപ്പൊ ഒരിക്കൽ ശരി, അങ്ങ് പിന്നെ നാട്ടിൽ പോകണ്ട, ഞങ്ങൾ കമ്പനിക്ക് പ്രോപ്പർട്ടി നോക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരാളുണ്ട്, ഞങ്ങൾ കമ്പനിയിൽ സെക്യൂരിറ്റി സ്റ്റാഫായിട്ട് എടുത്തത്, സകല സർക്കാരിന് കിട്ടുന്ന സകല ആനുകൂല്യം നിങ്ങൾക്ക് ഞങ്ങൾ എഴുതി കൊടുക്കും, ഒന്നും ഭയപ്പെട വേണ്ട, ഇവിടെ ജോലി ചെയ്ത് ജീവിച്ച മതിയെന്ന് അവർ പറയും. അപ്പൊ കർത്താവ് പറഞ്ഞ് നല്ല ജോലി തരാമെന്ന്. അപ്പോൾ അങ്ങനെ ജോലി കിട്ടി.
രക്ഷിക്കപ്പെട്ടു, സ്ഥാനപ്പെട്ടു. 74 രക്ഷിക്കപ്പെട്ടു, 75 സ്ഥാനപ്പെട്ടു. 78 മുതൽ ദൈവം പറഞ്ഞു, നീ ആര്യവണ ഭാഷയില് ഇവർക്ക് ഇഷ്ടം പോലെ തേയിലത്തോട്ട ലൈൻസുകളാ, മൊത്തം തമിഴാക്കതാണ്. എനിക്കൊന്നും അറിയത്തില്ല. ഏതായാലും ട്രാക്ട് കയ്യിൽ എടുത്തിട്ട്, വായിക്കാൻ അറിയത്തില്ല, ട്രാക്ട് കയ്യിൽ എടുത്തിട്ട് ഓരോ ലൈൻസിൽ പോയി ഓരോ ട്രാക്ട് കൊണ്ട് വിതരണം ചെയ്തു. അവിടെ ചോദിക്കും, തമിഴ് അറിയാവോ, മലയാളം അറിയാവോ? ഒന്നും അറിയത്തില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ഏത് മതക്കാരോ? ഞാൻ ബുദ്ധമത ലാമ ഫാമിലിയാ. ബുദ്ധമതക്കാർ യേശുവിനെ വിശ്വസിക്കത്തില്ല, പിന്നെ ഇങ്ങനെ ഇവരെയാണ് ഞങ്ങളെ ട്രാക്ട് കൊടുക്കണം. എന്നെ യേശു വിളിച്ചു. അപ്പൊ യേശു സമാധാന പ്രഭു, നിത്യജീവന്റെ ദൈവം, നമ്മളെ സൃഷ്ടിച്ച ദൈവമാണ്. ദൈവം എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങളെയും യേശുവിനെ വിശ്വസിക്കുന്ന പറഞ്ഞുകൊണ്ട് ഈ ട്രാക്ട് നിങ്ങളെ കയ്യിൽ തരുന്നു, വായിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ കുറെ 78 സൂചി തുടങ്ങിയ ശേഷം പിന്നെ ഞാൻ 74 വാഗമണിൽ വന്നത്. നാട്ടില് ഞാൻ ക്രിസ്ത്യാനിയായി വിശ്വാസിയായി സ്ഥാനപ്പെട്ട ശേഷം നാട്ടിലെ എൻ്റെ പാപ്പ കുടുംബം മൊത്തം ശത്രുവായി, പോകാൻ പറ്റാത്തരായി. അവിടെ പോയി വെട്ടി കൊന്നു കളയും. ഇവിടെ വന്നാൽ വെട്ടി തൊണ്ടാകും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നീ ചെയ്ത് നീ കാണിച്ചു. എങ്ങോട്ട് വാ നോക്കാം, നിനക്ക് ഭൂമിക്ക് മേലെ ഒഴിച്ചിരിക്കുന്ന പാപ്പ കത്തിയെടുത്ത് നിന്നു. ഏതായാലും പിന്നെ ദൈവം ഭാര്യ കുഞ്ഞിനെ സൂക്ഷിച്ചു. 74 വന്ന മനുഷ്യൻ 1978 ഡിസംബർ മാസത്തിലെയാണ് ഞാൻ ഭാര്യനെ കുഞ്ഞിനെ കാണാൻ വേണ്ടി നാട്ടിൽ പോയത്. ഏതായാലും എനിക്ക് വേണ്ടി ഭാര്യയും കുഞ്ഞിനെ നോക്കി നിന്നു. പോയി അവിടെ പിന്നെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വന്ന് ക്രിസ്തുവിന് സൽഗുണ പ്രകാശം ജീവിക്കാൻ വചനം പഠിപ്പിച്ച പോലെ ക്രിസ്തുവിനെ വന്ന സന്തോഷത്താൽ ഉപദേശം അറിയത്തില്ല, വചനം അറിയത്തില്ല, സുവിശേഷം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ എൻ്റെ അമ്മയുടെ ഒരു അങ്കിൾ പാസ്റ്റർ, പെന്തിക്കോസ് പാസ്റ്റർ, ടൗണിൽ ഒറ്റ സഭയുള്ളൂ, വേറെ ക്രിസ്ത്യാനി സഭകൾ ഒന്നുമില്ല. അപ്പൊ അങ്കിളുടെ സഭയ്ക്ക് കൊണ്ടുപോയി വൈഫിനെ വചനം പഠിപ്പിച്ചില്ല, പാട്ട് പഠിപ്പിച്ചില്ല, സ്ഥാനം സംബന്ധിച്ച് പഠിപ്പിച്ചില്ല, വേർപാട് വിശുദ്ധ ദൈവരാജ്യം സംബന്ധിച്ച്, നരകം സംബന്ധിച്ച് ദൈവം ഒന്നും അറിയത്തില്ല. ഒന്നേ ഒരു സ്ഥാനപ്പെടണം. അപ്പൊ വൈഫിനെ കൊണ്ടുപോയി തോന്നിയ ഡ്രസ്സിനെ കൊണ്ടുപോയി 1900 ഡിസംബർ മാസം ക്രിസ്മസ് 25 തീയതി അവിടെ 13 പേർക്ക് സ്ഥാനം ഉണ്ടായിരുന്നു. ആ 13 പേര് സ്ഥാനം കൊടുക്കുമ്പോൾ എൻ്റെ വൈഫിനെ സ്ഥാനം കൊടുത്ത് വെള്ളത്തിൽ മുക്കി സ്ഥാനം എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈഫ് നാട്ടിൽ നിർത്തില്ല. വൈഫും കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് കേരളത്തിൽ വന്ന ശേഷം പിന്നെ ഒരു 10-15 വർഷം ഡാർജിലിംഗ് പോയി ജോലിയുടെ ബന്ധത്തിൽ നാട്ടിൽ പോവാ വരുക അങ്ങനെ പോയി വന്ന് ഇടയ്ക്ക് ബാക്കി 4 കുഞ്ഞുങ്ങളും ഉണ്ടായി. പിന്നെ നാട്ടിൽ തന്നെ സെറ്റിൽ ആകാൻ നോക്കിയത് ദൈവത്തിന്റെ പദ്ധതിയിലായിരുന്നു. പിന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ട് 1983 എല്ലാവരെല്ലാം കൂട്ടിക്കൊണ്ട് കേരളത്തിൽ വാഗമണിൽ വന്നു. ഇവിടെ വന്നിട്ട് കുറെ തമിഴിലും കുറെ മലയാളത്തിലും ചേർത്തു. വിദ്യാഭ്യാസം ക്വാളിഫിക്കേഷൻ സ്കൂളിൽ ശരിയില്ലായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട്, ഭാഷ വ്യത്യാസമായ പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കോട്ടയം ജില്ലയിലെ സെന്റ് തോമസ് സ്കൂളിലെയും ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് പഠിപ്പിച്ചു. ഹോസ്റ്റലിൽ കമ്പനി കമ്പനിക്കാർ പൈസ കൊടുക്കാനായിട്ട് എല്ലാത്തിനും നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു, വളർത്തി. ഇപ്പം കല്യാണം കഴിച്ച് എല്ലാവരും ഓരോ കുടുംബമായി പല സ്ഥലങ്ങളിൽ ജീവിക്കുന്നു. മക്കളുണ്ട്, കുടുംബമുണ്ട്. ഞാനും വൈഫും സൂക്ഷിച്ച വിലയ്ക്ക് നിൽക്കുന്നു. അപ്പം അങ്ങനെ ഞാന് ഇവിടെ ഈ ഹൈ റേഞ്ച് പ്രദേശത്തിൽ ഒത്തിരി സൗകര്യങ്ങൾ ഒന്നുമില്ല. ഇപ്പോഴാണ് വാഗമണിലെ ടൂറിസ്റ്റ് സെന്റർ വന്നത്. ടൂറിസ്റ്റ് സെന്റർ വന്നിട്ട് ഒത്തിരി വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നല്ല കോളേജോ നല്ല സ്ഥലം, നല്ല സ്ഥലം,
നല്ല വെരി ഗുഡ്, നല്ല സ്ഥലമാണ് വാഗമൺ. കുന്തുമലകളെ എല്ലാം ടൂറിസ്റ്റുകൾക്ക് പറ്റിയ സ്ഥലങ്ങള്. പക്ഷെ നാടുകൾക്ക് ജീവിക്കുന്ന സൗകര്യമൊന്നുമില്ല. പണം ഉണ്ടെങ്കിൽ ജീവിക്കാം, അത്രേ ഉള്ളൂ. അപ്പം ഏതായാലും ദൈവം ഈ കേരളക്കാരിലെ അനേക പ്രസ്ഥാനത്തില് നിൽക്കുവാൻ സഹായിച്ചു. ടീം പ്രവർത്തനത്തിൽ ഒത്തിരി പ്രസ്ഥാനത്തിൽ നിൽക്കുവാൻ സഹായിച്ചു. വിശ്വസ്തനായി നിന്നു. പിന്നെ ഞാൻ അന്ന് സ്ഥാനപ്പെട്ട് നിന്ന സഭയുടെ പേര് ബൈബിൾ ബിലീവേഴ്സ് അസംബ്ലിയാണ്. ബൈബിൾ ബിലീവേഴ്സ് അസംബ്ലിയിൽ നിന്നുകൊണ്ട് അനേക സഭകൾ സ്ഥാപിച്ചു, അനേക സ്ഥാനം കൊടുത്ത് രക്ഷിക്കപ്പെടുത്തി കർത്താവിനെ വേല ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2017 ഞാൻ പിന്നെ ബൈബിൾ ബിലീവേഴ്സ് അസംബ്ലി പ്രസ്ഥാനത്തെ വിട്ടിട്ട് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ദൈവസഭയിൽ ചേർന്ന് ദൈവം ചെയ്യുന്നുണ്ട്. വാഗമൺ നാരകക്കുടി സ്ഥലം. പക്ഷെ അവിടെ വിശ്വാസികളില്ല. ഞാനും വൈഫും ചേർന്ന് ആരാധിക്കുന്നു. ചിലപ്പോൾ മക്കൾ വരും, പലപ്പോഴും പേരക്കുട്ടികൾ വരും, ആരാധിക്കും. മാസത്തിൽ 1-2 തവണ 1-2 പേര് വരും ആരാധിക്കാൻ, കടന്നു പോകും. അങ്ങനെ പളത്തേക്കൂടി ഏരിയയാണ്. അപ്പോൾ ദൈവത്തിന് വീട്ടിൽ ആശ്രയിച്ച് ഞങ്ങൾ ആരാധിച്ച് വരുന്നു. വിശേഷമായി എനിക്ക് ഇപ്പോഴും സഹായം സപ്പോർട്ടായി ഇരിക്കുന്നത് മെസ്സഞ്ചേഴ്സ് ഓഫ് ജീസസ് എന്ന് പറയും ജയിൽ മിനിസ്ട്രി ഉണ്ട്. ഇത് പാസ്റ്റർ M. കുര്യാക്കോസ് M. കൊടക്കച്ചാറയുടെ പ്രസ്ഥാനമാണ്. ഓൾ കേരള ജയിലിൽ ഞങ്ങൾ പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തനമുണ്ട്. അതിന് ട്രാക്റ്റാണ് എനിക്ക് ഇവിടെ ഇരിക്കുന്നത്. മെസ്സഞ്ചേഴ്സ് ഓഫ് ജീസസ് ജയിൽ മിനിസ്ട്രി എനിക്ക് ഒത്തിരി ഉപകാരം ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാ സഹായങ്ങളും സപ്പോർട്ടുകളും ടീമിനെ സഹായിക്കുന്നുണ്ട്. കർത്താവ് കൂടെ കുര്യാക്കോസും കൂടെ ചെറുക്കൂടെ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഇപ്പോഴും ജയിലിൽ പ്രവർത്തനമുണ്ട്. ഇത് കൂടാതെ ക്രിസ്ത്യൻ ഐക്യവേദി ഉണ്ട്. ഹിന്ദു ഐക്യവേദി പോലെ കേരള ക്രിസ്ത്യൻ ഐക്യവേദി ഉണ്ട്. ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. പല വിഷയങ്ങളിൽ പല വിഷയങ്ങൾക്കും ഇടപെട്ട് പ്രശ്നങ്ങൾക്കും പരിഹാരം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ പ്രവർത്തനത്തിൽ ഞാൻ ആക്റ്റീവായിട്ട് ഉണ്ട്. ഈ 2 സംഘടനയും നല്ല രീതിയിലേക്ക് സാമ്പത്തികമായിട്ടല്ല, ബാക്കി ആത്മിക ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം സഹായിച്ച് പോകുന്നുണ്ട്. പിന്നെ ചർച്ച് ഓഫ് ഗോഡ് സഭയ്ക്ക് പേരിൽ മാത്രം സപ്പോർട്ട് യാതൊന്നുമില്ല. അപ്പം ഇപ്പോൾ ചുരുക്കം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒത്തിരി സാക്ഷികളുണ്ട്. എൻ്റെ വൈഫിന് ഇപ്പൊ 75 വയസ്സായി. ഹാർട്ട് ഓപ്പറേഷനാണ്, നിത്യരോഗിയായി മാറി. എനിക്ക് 77 ഓടായി, 77 വർഷം പ്രായമായി. ഷുഗർ കുറവ്, തലക്കറക്കമുണ്ട്, രോഗമുണ്ട്, മുട്ടുവേദന, നടുവേദന, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനായിട്ട് പ്രയാസമുണ്ട്. പിന്നെ ഞങ്ങള് ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടായതുകൊണ്ട് നല്ലൊരു ഭവനം ആവശ്യിക്കാൻ സാധിച്ചില്ല. എങ്കിലും ദൈവത്തെ സന്തോഷിച്ച് ആത്മാവിനെ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് പോവുകയാണ്. നോർത്ത് ഇന്ത്യക്ക് വേണ്ടി നമുക്കറിയാം, നോർത്ത് ഇന്ത്യ എന്താണെന്ന് നമുക്ക് അറിയാം. നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകമായി ഗുജറാത്ത്, UP, ഛത്തീസ്ഗഡ്, ഇങ്ങനെ ആസാം, ബീഹാർ, ബംഗാൾ, നോർത്ത് ഈസ്റ്റ് മൊത്തം നമുക്കറിയാം. എല്ലാത്തിനു വേണ്ടി പ്രത്യേകമായി സഭകളും ദൈവദാസന്മാരും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയിലാണ് സമയം കൂടുതൽ ചെലവ് ചെയ്യുന്നത്. അവനെ ദൈവം സഹായിച്ച് അങ്ങനെ സന്തോഷമായി പോകുന്നു. ഇപ്പോൾ 5 മക്കൾ, 5 ഭാര്യ മക്കൾ, പേരക്കുട്ടികൾ, ഞാൻ, വൈഫ്, ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മക്കൾ ആരും കൂട്ടത്തിലില്ല. അപ്പം ഒത്തിരി കാര്യങ്ങൾ പറയാൻ ഒത്തിരി അനുഭവമുണ്ട്, സാക്ഷ്യമുണ്ട്. എന്നാൽ ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. തങ്ങൾ ദൈവദാസൻ ഈ അരോമ TV ക്ഷണിച്ച് സാക്ഷി പറയപ്പെട്ടതിനാൽ എൻ്റെ അനുഭവ സാക്ഷി ഞാൻ ചുരുക്കം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ സ്വർഗീയ നല്ല പിതാവേ,
ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പകല കാലത്തിനായി സ്തുതിക്കുന്നു നാഥ. ഹല്ലേലൂയ. ഞാൻ കർത്താവായ യേശു ക്രിസ്തു എന്നെ വിളിക്കുമ്പോൾ നീ മുമ്പേ നീതിയും രാജ്യവും അന്വേഷിപ്പിൻ, അതോടുകൂടി നിനക്ക് എല്ലാം കിട്ടും. നീ കാണാത്ത കാര്യങ്ങളെ കാണും, കേൾക്കാത്ത കാര്യങ്ങളെ കേൾക്കും, ജീവിതത്തിലെ അത്ഭുതങ്ങൾ നടക്കും. എന്നെ വഴി നടത്തുന്ന സഹായ ജീവനുള്ള ദൈവമാണ് ഞാൻ എന്ന യേശു എന്നെ വിളിച്ച് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലെ ദൈവം അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ദൈവം അനേക സഹായങ്ങളെ ചെയ്തു. ദൈവം അത്ഭുതം. എത്രയോ അനർത്ഥങ്ങൾ, അപകടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികള്, മരണങ്ങള് മുഖമുഖ കണ്ടാലും ദൈവം അവിടെ വിടുവിച്ച് സഹായിച്ച് ഇന്ന് 2026 ഗുജറാത്തിനെ പ്രിയ ദൈവദാസനെ കാണുവാനും ആമേൻ പ്രൈസ് ദി ലോർഡ് അനുഭവസാക്ഷി പറയുവാനും ഇടയായി തീർന്നു. നന്ദി പറയുന്നു കർത്താവേ. വലിയ പ്രൈസ് ദി ലോർഡ്. ആമേൻ. എല്ലാ ദൈവ അതിശക്തമായി അനേകർക്ക് വേണ്ടി ഈ ഇരുട്ടത്തിൽ ജീവിക്കുന്ന ജീവിതങ്ങൾക്ക് വിളിച്ച് കാണുവാൻ, രക്ഷിക്കപ്പെടാത്ത രക്ഷിക്കപ്പെടുവാൻ, ഉന്നതന്മാർ, മന്ത്രിമാര്, ജഡ്ജിമാര്, കോടതിമാര്, ജയിൽമാര് എല്ലാം ഞങ്ങൾക്ക് ഇന്ത്യ കേന്ദ്രം അവൻ പാർലമെന്റിൽ ഞങ്ങൾ എല്ലാ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയും സമാധാനത്തിന്, സന്തോഷത്തിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ. എല്ലാ പ്രവർത്തനങ്ങളും ധാരാളമായി ദൈവദാസനെ കൊടുത്ത് അനുഗ്രഹിക്കണം കർത്താവേ. ഫോണിലേക്ക് കൂടി നേരിട്ട് കാണുവാൻ ഇടയായി തീരുന്നുള്ളൂ. എനിക്ക് അനേക കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും കർത്താവെ ശാരീരമായി ബലഹീനം കൊണ്ട് എല്ലാം പറയാൻ സാധിച്ചില്ല. എന്നാൽ ദൈവം എല്ലാം മാനിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ കാണുന്നതിനായ സ്തോത്രം കർത്താവെ. ആമേൻ. പ്രോഗ്രാം തയ്യാറി തന്നതിനായ സ്തോത്രം. എല്ലാത്തിനെയും സഹായിക്കണം, നന്മകൾ കൊണ്ട് നിറയ്ക്കണം. എല്ലാ പോരാട്ട പ്രയാസമാണ് ഗുജറാത്ത്, UP ധാരാളമായി അനുഗ്രഹിക്കണം. കർത്താവെ താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജെയിംസ് ജീവൻ കുമാർ അവറുകൾ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സാധാരണയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് അരോമ TV പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്തത്. അങ്ങ് നേപ്പാളിൽ ജനിച്ച് വളർന്ന് അവിടുത്തെ ജീവിത സാഹചര്യത്തില് മുന്നോട്ട് പോകുമ്പോൾ അബ്രഹാമിനോട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞതുപോലെ അവിടെ നിന്ന് ദൈവാത്മാവ് നിർബന്ധത്താല് അവിടെ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക്, മറ്റൊരു ദേശത്തേക്ക്, മറ്റു ഭാഷക്കാരുടെ ഇടയിലേക്ക്, മറ്റു സംസ്കാര ഉള്ള ജനത്തിന്റെ നടുവിലേക്ക് പ്രിയ കർത്താവിന്റെ ദാസനെ ദൈവം അയച്ചു, ദൈവം കൊണ്ടുവന്നു. അങ്ങ് നേപ്പാൾ ഡാർജിലിംഗിൽ നിന്നും കേരളത്തിൽ വാഗമൺ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് 52 വർഷങ്ങൾ ആകുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതായിരുന്നു. അനേക പ്രിയപ്പെട്ടവർക്ക് ലഭിക്കാതെ പോയ സൗഭാഗ്യകരമായ ഒരു അനുഭവമാണ് ഇന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസന് ലഭിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുക. കാരണം ദൈവം നടത്തിയ അത്ഭുതകരമായ, അസാധാരണമായ ആ ജീവിത പാതകളിലൂടെ പെട്ടെന്ന് ചുരുക്കം വാചകങ്ങളിലൂടെ പറയുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഒരു പക്ഷെങ്കിൽ നേപ്പാളിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ ഇരുന്നു എങ്കിൽ ഇന്ന് അവിടെ നേപ്പാളിലെ ജീവിത സാഹചര്യത്തിൽ ഒരു പക്ഷെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് പോലും പറയാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്നും ജീവിച്ചിരുന്ന് ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സാക്ഷീകരിപ്പാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കേരളത്തിൽ വന്നു മലയാളം പഠിക്കുവാന്, തമിഴ് പഠിക്കുവാന്, അവരുടെ ഇടയിൽ അവരുടെ നടുവിൽ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാന്, ശക്തമായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, നല്ല സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഉപയോഗിച്ച വിധങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. വളരെ പ്രോത്സാഹനവും പ്രശംസനീയവുമായ നല്ല സാക്ഷ്യത്തിനായി, നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കാര്യപരിപാടി തികച്ചും വ്യത്യസ്തമാണ്. സാധാരണ കേരളത്തിൽ നിന്ന് അനേക രാജ്യങ്ങളിലേക്കും ഉത്തരേന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്കും നേപ്പാളിലേക്കും ഒക്കെ അനേക മിഷണറിമാരെ കടന്നുപോയി അവിടെ പാർത്ത് അവിടുത്തെ ഭാഷ, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ജീവിത സാഹചര്യത്തോട് ഇഴുകി ചേർന്ന് ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ
അവിടെ നിന്ന് ഒരു വ്യക്തി കേരളത്തിൽ വന്ന് ഇപ്രകാരം നല്ല ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുവാൻ ദൈവം തിരഞ്ഞെടുത്തത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ്, ഒരു വേറിട്ട അനുഭവമാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, ദീർഘായുസോടെ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ എല്ലാവരെയും കർത്താവ് പ്രയോജനപ്പെടുത്തട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് ഈ തരുണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷ്യം അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവച്ചതിന് നന്ദി, സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്കും വേറിട്ട അനുഭവമായി തീർന്നു ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ പ്രചോദനമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനോട് നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. aromamary.com നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.